Copy down the question. A random sample of size 100. A random sample of size 100 has mean 45 and standard deviation 15. Mean 45 and standard deviation 15. Find the range within which the population mean may lie. Find the range within which the population mean may lie. Estimated values work out ചെയ്യാനായിട്ട് there are two ways. One is called the point estimation and the other one is the interval estimation. Point estimation എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫിഗർ to be taken as the population mean. Interval estimation എന്ന് പറയുന്നത് രണ്ട് ലിമിറ്റ്സിനുള്ളിൽ അത് വരുന്നു എന്നുള്ളതാണ്. ഇതിൽ പറയുന്നത് a random sample of size 100. So that n is equal to 100. Random sample of size 100 has mean 45. Appa x bar is 45 and the standard deviation s ആണ് standard deviation 15. അവർ ചോദിച്ചിരിക്കുന്നത് find the range within which the population mean may lie. ഏത് പരിധിക്കുള്ളിലാണ്? നോർമലി നമ്മൾ ചെയ്യാറുള്ളത് സാമ്പിൾ ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യുന്നു. ആ സാമ്പിൾ മീൻ തന്നെ പോപ്പുലേഷൻ മീനായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇതാണ് നോർമൽ പാറ്റേൺ. പക്ഷേ റിയാലിറ്റിയിൽ എക്സ് ബാർ, അതായത് സാമ്പിൾ മീനിൻ്റെ എക്സ് ബാർ പോപ്പുലേഷൻ മീൻ മ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. വളരെ അപൂർവമായിട്ട് മാത്രമേ എക്സ് ബാറും മ്യൂ സെയിം ആയിട്ട് വരാറുള്ളൂ. റിയലി സ്പീക്കിംഗ്, നിങ്ങൾ വർക്കൗട്ട് ചെയ്ത എക്സ് ബാറിനേക്കാൾ മ്യൂ ഒരു ലിമിറ്റ് താഴെയും ഒരു ലിമിറ്റ് മുകളിലുമായിരിക്കും. ഇറ്റ് വേരീസ് ബിറ്റ്വീൻ ടു ലിമിറ്റ്സ്. എ ഫിഗർ വിച്ച് ഈസ് മൈൽഡ്ലി ലെസർ ദാൻ ദ എക്സ് ബാർ ആൻഡ് അനദർ ഫിഗർ വിച്ച് ഈസ് മൈൽഡ്ലി മോർ ദാൻ ദ എക്സ് ബാർ. അവിടെയാണ് ലിമിറ്റ്സ് ഓഫ് ദ പോപ്പുലേഷൻ മീൻ വരുന്നത്. അവർ ചോദിച്ചിരിക്കുന്നത് പോപ്പുലേഷൻ മീൻ ഏത് പരിധിക്കുള്ളിൽ നിൽക്കും എന്നാണ്. Standard s divided by root of n, that is 15 divided by root of 100, that is equal to 1.5. Degree of freedom is infinity. Degree of freedom is infinity. Degree of freedom is infinity. അതിൻ്റെ റീസൺ n is large. n large ആണ്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം is infinity. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്ര എന്ന് പറയാത്തതുകൊണ്ട് ആൽഫ എന്ന് പറയുന്നത് 5%, that is 0.05. Alpha to be taken as 0.05. Alpha to be taken as 0.05. ഇത് നോക്കേണ്ടത് ടി ആൻഡ് ഇസഡ് ആണ്. അതുകൊണ്ട് ടേബിൾ വാല്യൂ വേണം നോക്കാനായിട്ട്. അപ്പോൾ ടേബിൾ വാല്യൂ, ഇറ്റ് ഈസ് എ ടേബിൾ വാല്യൂ is 1.96. Table value is 1.96. ഇതാണ് ടി ആയിട്ട് എടുക്കുന്നത്. ദിസ് ഈസ് എ ടേബിൾ വാല്യൂ ടി 1.96. ഇതിൻ്റെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ എടുത്തിരിക്കുന്നത് 5%. എന്താണ് ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ, ഓരോ ഹൈപ്പോത്തസിസ് പരിശോധിക്കുമ്പോഴും ഒരു നിശ്ചിത ശതമാനം ചാൻസ് ഉണ്ട് എറർ വരാനായിട്ട്. ഓരോന്ന് പരിശോധിക്കുമ്പോഴും ഒരു നിശ്ചിത ശതമാനം ചാൻസ് ഉണ്ട് എറർ വരാനായിട്ട്.
ഓരോന്ന് പരിശോധിക്കുമ്പോഴും ഒരു നിശ്ചിത ശതമാനം ചാൻസ് ഉണ്ട് എറർ വരാനായിട്ട്. ഓരോന്ന് പരിശോധിക്കുമ്പോഴും there is a ഓരോന്ന് പരിശോധിക്കുമ്പോഴും ഒരു നിശ്ചിത ശതമാനം ചാൻസ് ഉണ്ട് നമ്മുടെ ഹൈപ്പോത്തസിസ് തെറ്റായിട്ട് സംഭവിക്കാനായിട്ട്. ഓരോന്ന് പരിശോധിക്കുമ്പോഴും ഒരു നിശ്ചിത ശതമാനം ചാൻസ് ഉണ്ട് നമ്മുടെ ഹൈപ്പോത്തസിസ് തെറ്റാകാനായിട്ട്. അതായത് നമ്മൾ റിസ്ക് എടുക്കുകയാണ്. ആ റിസ്ക്കാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ആ റിസ്കിനാണ് വി കോൾ ഇറ്റ് ആസ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ആ റിസ്ക്കാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഇവിടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് ടേക്കൺ ടു ബി 5% ആണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുത്തിരിക്കുന്നത് 5%. അപ്പോൾ 5% നമുക്ക് ഉറപ്പില്ല. നമ്മളെടുക്കുന്ന ഈ കൺക്ലൂഷൻ ശരിയാണോ തെറ്റാണോ എന്ന് ദാറ്റ് ഈസ് 5% ഉറപ്പില്ല. അങ്ങനെ വരുമ്പോൾ 95% വി ആർ കോൺഫിഡൻറ്റ്. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നത് 5%, ഒരു 5% തെറ്റു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. There is a 5% chance the thing is going to get wrong. 5% ചാൻസ് ഉണ്ട്. അപ്പോൾ 95% ഉറപ്പാണ്. 95% നമ്മൾ കോൺഫിഡൻ്റ് ആണ് നമ്മുടെ കൺക്ലൂഷൻ ശരിയാണ് എന്നുള്ളത്. അപ്പോൾ പോപ്പുലേഷൻ മീൻ ഏത് പരിധിക്കുള്ളിൽ നിൽക്കുന്നു എന്നുള്ളതിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ 5% പോസിബിലിറ്റി ദ തിങ് ഗെറ്റ്സ് റോങ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം 1 - 5% 95% കോൺഫിഡൻ്റ് ആണ് ഇത് ശരിയാണ് എന്നുള്ളത്. അപ്പോൾ കോൺഫിഡൻറ്റ് ലെവൽ ഈസ് 95%. അപ്പോൾ 1 - ആൽഫ ദാറ്റ് ഈസ് 1 - 5% ഈസ് ഈക്വൽ ടു 95%. അടുത്ത് 95% കോൺഫിഡൻസ് ലിമിറ്റ് ഓഫ് പോപ്പുലേഷൻ mean. 95% confidence limit of a population mean. Formula x bar plus or minus t into sc. 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 That is 45 plus or minus 1.96 multiplied by 1.56 multiplied by the standard error, that is 1.5. That is 45 plus or minus 2.94 plus or minus 2.94 is equal to 45 minus 2.94 is 42.06 and 47.94. Therefore, അവർ ചോദിച്ചിരിക്കുന്നത് the range within which the population mean may lie എന്നാണ്. Therefore, the range of a population mean is 42.06 and 47.94. 42.06 and 47.94. Next question. A random sample of size 16 has a 53 as mean. A random sample of size 16 has a 53 as a mean. അപ്പോൾ
ഇതിപ്പോൾ നിങ്ങൾ എഴുതണ്ട. n 16, x bar is 53, 53 as mean. The sum of squares of deviations from mean. The sum of squares of deviations from mean. The sum of squares of deviations from mean is 150. Is 150. Full stop. Obtain 95% and 99%. Obtain 95% and 99% confidence limit of the 95% and 99% confidence limit of the population mean. 95% and 99% confidence limit of the population mean. Sample size 60, x bar 53, x bar 53. Sum of squares of deviations from mean. ഇത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടാണ്. ഡീവിയേഷൻസ് ഫ്രം മീൻ, ദാറ്റ് ഈസ് D. വായിക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ്, അനലൈസ് ചെയ്യുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. ഡീവിയേഷൻ ഫ്രം മീൻ D. അവയുടെ സ്ക്വയർ D square. And this is a first part, this is a second part, and this is a third part. Sigma D square is 150. Standard deviation S is equal to root of sigma D square divided by n. Root of sigma D square divided by n is equal to root of 150 divided by 16. 150 divided by 16. 150 divided by 16. Root of 9.375. Root of 9.375 is equal to 3.06. Is equal to 3.06. ഇതിൽ രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 99% കോൺഫിഡൻസ് ലിമിറ്റ് ഓഫ് ദ പോപ്പുലേഷൻ മീൻ ആൻഡ് 95% കോൺഫിഡൻസ് ലിമിറ്റ് ഓഫ് ദ പോപ്പുലേഷൻ മീൻ. ഇതിൽ കോൺഫിഡൻസ് ലിമിറ്റ് ഓഫ് പോപ്പുലേഷൻ മീൻ, കോൺഫിഡൻസ് ലിമിറ്റ് ഓഫ് പോപ്പുലേഷൻ മീൻ ഈസ് x bar plus or minus t into SC. X bar plus or minus t into SC. X bar plus or minus t into SC. T into SC. Question number 1 ഇതാണ്. 95% confidence limit of a population mean. Population mean. 95% confidence limit of a population mean. 95% confidence limit of a population mean. Population mean ഏത് പരിധിക്കുള്ളിൽ ആയിരിക്കും എന്ന് 95% കോൺഫിഡൻ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നു. പോപ്പുലേഷൻ മീൻ ഏത് ലിമിറ്റിനുള്ളിലായിരിക്കുമെന്നുള്ളത് 95% കോൺഫിഡൻ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ വന്നാൽ ആൽഫ ഈസ് ഈക്വൽ ടു 1 minus 95% is equal to 0.05 is equal to 0.05. 0.05 is 0.05. 0.05. 0.05. ഇതിൽ n സ്മോൾ ആണ്. n is a small. n is a small. n ചെറുതാണ്. നേരത്തെ നമ്മൾ ഇസഡിലാണ് നോക്കിയെങ്കിൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ടിയിൽ വേണം നോക്കാനായിട്ട്. അപ്പോൾ ടിയിൽ വേണം നോക്കാനായിട്ട്. സോ ഇറ്റ് ഈസ് അവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആണ്.
n is small. Upper degree of freedom is n minus 1. Degree of freedom is n minus 1. That is n 16 minus 1 is equal to 15. 16 minus 1 is equal to 15. So that table value t is equal to 2.131. T is equal to 2.131. Therefore, limit 95% confidence limit is x bar plus or minus t 2.131 into standard error 3.06. It is 3.06 is equal to 53 plus or minus 1.68. It is 1.68 is equal to 51.32 to 54.68. 54.68. 51.32 to 54.68. So 95% confident item we can say the population mean is expected to vary in between 51.32 to 54.68. ഇതിൻ്റെ second part is 95% confidence limit of a population mean. 95% confidence limit of a population mean. So it's not 95%, it is a 99%. It is a 99%. And the second part 99% and it is 99. So that alpha is 1 minus 99 is equal to 0.01. 1% is 0.01. 1% is 0.01. And the degree of freedom is 15. Degree of freedom is 15 and t is equal to 2.95. 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 So 53 plus or minus t into SC, that is 53 plus or minus 2.95 multiplied by 2.95 multiplied by the standard error. The standard error is ഇതിൽ standard error is standard error is ഇതിൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഐ ഫീൽ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ വർക്കൗട്ട് ചെയ്തിട്ടില്ല. ഈ പ്രോബ്ലത്തിൽ സ്റ്റാൻഡേർഡ് എറർ ഈസ് 3.06 ആണ്. സ്റ്റാൻഡേർഡ് എറർ ഈസ് 3.06. സ്റ്റാൻഡേർഡ് എറർ ഈസ് 3.06 ആണ്. അതിൽ ദ എൻറ്റയർ തിങ് ഹാസ് വെൻ റോങ്. ഇത് മൊത്തം തെറ്റിയിട്ടുണ്ട്. സോ ഇതിൽ standard error is 150. Standard error is sigma d square 150. Either the entire thing has gone wrong. Either standard error workout ചെയ്തിട്ടില്ല. And the standard error is ഇതിൽ n is small,
ഇത് കറക്റ്റ് ചെയ്യണം. n ഈസ് എ സ്മോൾ, n ചെറുതാണ്, n ഈസ് എ സ്മോൾ, n ഈസ് എ സ്മോൾ, n ഈസ് എ സ്മോൾ. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ ഈസ് s divided by root of n minus 1, s divided by root of n minus 1, that is 3.06 divided by root of 16 minus 1, root of 16 minus 1, root of 16 minus 1 is equal to 3.06 divided by root of 15 is equal to 0.79 is equal to 0.79 is equal to 0.79 is equal to 0.79. കറണ്ട് പോയിരിക്കുകയാണ്, അതുകൊണ്ട് ഐ ലാക്ക് കോൺസെൻട്രേഷൻ നൗ. കൃത്യമായിട്ട് ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. 95% കോൺഫിഡൻസ് ലിമിറ്റ് ഓഫ് പോപ്പുലേഷൻ മീൻ. 95% കോൺഫിഡൻസ് ലിമിറ്റ് ഓഫ് പോപ്പുലേഷൻ മീൻ. ഇതിൽ ആൽഫ 1 minus 95% is equal to 5% is a 0.05 is 0.05. n is a small, so degree of freedom is a n minus 1. Degree of freedom is a n minus 1, that is 16 minus 1 is equal to 15. Alpha 0.05, so that the table value t is 2.131. 2.131. It is 2.131. Confidence limit of a population mean. It is a confidence limit of a population mean x bar plus or minus t into SC. X bar plus or minus t into SC. അപ്പോൾ 95% confidence limit of a population mean, where x bar is 53 plus or minus t, 2.131 into 0.79. അതിനു പകരം നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3.06 ആണ് ഉപയോഗിച്ചത്. അതിനു പകരം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3.06 ആണ് ഉപയോഗിച്ചത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിനു പകരം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3.06 was used. അപ്പോൾ 95% confidence limit of a population mean is 53 plus or minus 2.31 into 0.79 is equal to 53 plus or minus 1.68. 53 plus or minus 1.68 is equal to 51.32 to 53 1.68 while 51.32 to 54.68. 54.68. Second one, 99% confidence limit of a population mean. So alpha is 1 minus 99% is equal to
0.01. Degree of freedom 15. T is equal to 15 0.01 നോക്കുക 15 2.95. It is a 2.95 and the confidence limit is equal to 53 plus or minus 2.95 into standard error is a 0.79. Standard error is a 0.79 is equal to 53 plus or minus 2.95 into 0.79 is a 2.33. 53 ന് 2.33 പോയാൽ 50.67 2 ആഡ് ചെയ്താൽ 55.33. It is a 55.33. It is a 55.33. 55.33. Next question. A random sample of 25 people. A random sample of 25 people from a population. A random sample of 25 people from a population showed incomes with a mean x bar rupees 4,800. X bar rupees 4,800 and a standard deviation rupees 500 and a standard deviation rupees 500 and a standard deviation rupees 500. Estimate the population mean with a 95% confidence interval. Estimate the population mean with a 95% confidence interval. What assumption did you make about the population? 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 And how would you justify it? And how would you justify it? And how would you justify it?